ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാത്രിയിലൊക്കെ മഴയൊക്കെ പെയ്ത്, പിന്നെ ഇന്ന് കുറച്ചു നേരമൊക്കെ മഴ പെയ്തു കേട്ടോ. ഒരു വലിയൊരു ചൂടിൽ നിന്ന് കുറച്ച് സമാധാനമൊക്കെ നമുക്ക് കിട്ടി. ഇത്തിരി കുളിർമയൊക്കെ ഉണ്ടായി. പിന്നെ നേരം വെളുത്ത് ഇപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് തിരിയേണ്ട സമയങ്ങളായി. ഇപ്പൊ കിച്ചണില് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാല് ഇന്ന് എനിക്ക് തീരെ സുഖമില്ല എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് എൻഡോമെട്രിയോസിസ് തിക്കാണ്. അപ്പോ പീരീഡ്സ് ഒക്കെ എനിക്ക് ക്ലിയർ അല്ല. അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട്. അതെനിക്ക് തുടങ്ങിയിട്ട് എൻഡോമെട്രിയോസിസ് ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായി. എനിക്ക് എന്താ പറയാ, കല്യാണം കഴിഞ്ഞതിന് ശേഷം അബോർഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു ഹെവി രണ്ട് പ്രാവശ്യം അബോർഷൻ, ഒരു പ്രാവശ്യം DNC ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് ക്ലാരിഫൈയോട് കൂടി എനിക്ക് പറഞ്ഞു തരാൻ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. കുറച്ചുകൂടി വ്യക്തമായിട്ട് അത് എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. എനിക്ക് പിന്നെ എന്താ പറയാന്ന് വെച്ചാല്, പിന്നീട് ഈ DNC ഒക്കെ ചെയ്തതിന് ശേഷം ഞാനൊരു IVF ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും എനിക്ക് സക്സസ് ആയിരുന്നില്ല. അതിൻ്റെയും ഒരുപാട് റീസൺസ് ഉണ്ട്. ഒരു സ്ഥാപനത്തിനെ കുറിച്ചും എനിക്ക് പറയാനായിട്ട്. അപ്പം ആ ഒരു ഇതില് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു ട്രോമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ട്രോമയിൽ നിന്ന് ഞാൻ കയറി വന്നു. ആ ഒരു സിറ്റുവേഷൻ, ആ സ്ഥാപനം, പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകള് എല്ലാം ഉണ്ടായിരുന്നു. അതിനെല്ലാം കുറിച്ച് ഞാൻ പിന്നീട് ഒരിക്കൽ നിങ്ങളോട് വിശദീകരിച്ചൊക്കെ പറയുന്നതായിരിക്കും. എനിക്ക് ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാല്, ഞാനൊരു നവംബറിലാണ് ഞാൻ പിന്നീട് പീരീഡ്സ് ആയത്. അതിനുശേഷം അതൊക്കെ കഴിഞ്ഞിട്ടാ. പിന്നെ ഞാൻ ഇടയ്ക്ക് പീരീഡ്സ് ക്ലിയർ ആവും. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട്, ഇപ്പൊ IVF, എന്റെ അബോർഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾക്കിപ്പോ 3 years ആവുന്നു കേട്ടോ. ഞാനെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട്. അപ്പൊ ഞങ്ങളൊരു ഹോമിയോ ക്ലിനിക്കിലാണ് നമ്മള് നമ്മുടെ മെഡിസിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ചെറുപ്പം തൊട്ടേ ഹോമിയോയുടെ ആളാണ്. അപ്പൊ നമ്മള് അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് നമുക്കെന്ന് വെച്ചാല്, നമ്മള് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം നമുക്കൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മെഡിസിൻ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ. അപ്പൊ എനിക്ക് അതിനുശേഷം ഈ IVF ഈ ഒരു കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങ് പീരീഡ്സ് അങ്ങ് ക്ലിയർ ആവാതെ പിന്നെ അതിനനുസരിച്ച് എനിക്ക് തൈറോയിഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോ കുറെ സംസാരിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ആ സ്ഥാപനത്തെ കുറിച്ചൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട്. അങ്ങനെ ഞാനത് ചെയ്ത് ഇപ്പൊ എനിക്ക് ഒരു എൻഡോമെട്രിയോസിസ് തിക്കായി. അത് നമ്മുടെ ശരീരത്തിൽ പണ്ടേ ഉണ്ടായിരുന്നതാണ്. പിന്നീട് നമുക്ക് അറിയാലോ, നമ്മുടെ ഒരു ഏജിനനുസരിച്ച് അത് നമ്മളിലേക്ക് വന്നു ചേരും. അപ്പൊ അത് വരാനുള്ളൊരു ഏജും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നുണ്ടാവില്ല, അറിയില്ല. പക്ഷെ എനിക്കത് എൻഡോമെട്രിയോസിസ് തിക്കാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്താ പറയാ, എനിക്ക് പീരീഡ്സ് ക്ലിയർ ആവാതെ വന്നിട്ട് പിന്നെ പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഹെവി ബ്ലീഡിങ് ആണ്. ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്ര ബ്ലീഡിങ് ആയിരിക്കും എനിക്ക് ഉണ്ടാവുക. അപ്പൊ ആ ബ്ലീഡിങ് നമുക്ക് എന്താ പറയാ, നമ്മൾ ആ സമയത്ത് ഈ ഒരു ബ്ലീഡിങ്ങിന്റെ ഒരു സിറ്റുവേഷനിൽ നമുക്കെല്ലാം പീരീഡ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്ത്രീകളെല്ലാവരും വേറൊരു മൂഡിലൂടെയാണ് കടന്നു പോകാല്ലേ. അപ്പൊ അതിനേക്കാളും കൂടുതൽ എന്ന് വെച്ചാൽ ഞാനത് കണ്ടതാണ്. ഫസ്റ്റ് അബോർഷൻ ഞാൻ വീട്ടിലിരിക്കുമ്പോ എനിക്കറിയാത്ത ഒരു കാലഘട്ടത്തില്, അപ്പൊ ഞാൻ അത് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സമയത്താണ് എനിക്ക് ഫസ്റ്റ് അബോർഷൻ നടക്കുന്നത്. സെക്കൻഡ് അബോർഷൻ അങ്ങനെ ആയി. പിന്നെ IVF ചെയ്ത് പിന്നീട് ഉണ്ടായ കാര്യങ്ങളെല്ലാം എന്നിൽ, ഞാൻ പറയില്ല, ഒരു ട്രോമയാണ് എനിക്കതൊക്കെ. അപ്പൊ എനിക്ക് പീരീഡ്സ് വരുന്ന സമയത്ത്
ഞാൻ മാനസികമായിട്ട് തകർന്ന് തരിപ്പണായിട്ട് പോകും. കാരണം അന്നത്തെ ഒരു കാലഘട്ടം മൊത്തം നമ്മൾ എത്രമാത്രം മാറ്റി വെക്കുന്നതാണെങ്കിൽ പോലും പിന്നെ നമ്മളത് ഓർമ്മപ്പെടുത്തി എന്താ പറയാ, അത് നമ്മളിലേക്ക് ഇങ്ങനെ വന്ന് വന്ന് നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ഇതാണ് എണീക്കാൻ. ഈ സമയത്തൊക്കെ എനിക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല പോലെ ബ്ലീഡിങ് ആണ്. അതും ഒരു എന്താ പറയാ, ഭയാനകമായ രീതിയിലുള്ള ബ്ലീഡിങ് ആണ്. പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ബ്ലീഡിങ് ആണ്. നല്ല കട്ട ആയിട്ടൊക്കെ. അപ്പൊ നമുക്ക് ഒരു നമുക്കതൊരു മാനസികമായിട്ട് എനിക്ക് അത് ഉൾക്കൊള്ളാനൊക്കെ പറ്റും. ഇപ്പൊ പറ്റായികയൊന്നുമില്ല, പക്ഷെ എനിക്ക് ആ സമയത്തൊക്കെ ഭയങ്കര ക്ഷീണാണ്. ഇത് ആലോചിച്ചിട്ടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ വന്നു ചേരുന്നത് കൊണ്ടൊക്കെ ഞാൻ ടയേർഡായി പോകും. അതിൽ നിന്നൊക്കെ ഞാൻ റിക്കവർ ചെയ്യും കേട്ടോ. ഞാൻ അങ്ങനെ ഇന്ന് കരഞ്ഞു അല്ലെങ്കിൽ ഇപ്പൊ ഈ സിറ്റുവേഷനിൽ ഞാൻ കരഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുള്ള് അങ്ങനെ വീഴുന്ന ആളൊന്നുമല്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ നമ്മൾ വീണ്ടും ഇതിങ്ങനെ കാണുമ്പോ അയ്യോ ഇത് അങ്ങനെ നമുക്കൊരു പേടി ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു പേടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പൊ എനിക്ക് കൂടുതൽ പറയാനെന്ന് വെച്ചാൽ, ഞാൻ ഒത്തിരി സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മള് മുന്നിട്ട് ധാരണകളൊക്കെ വേണം. ഈ IVF എന്ന സ്ഥാപനം, IVF ചെയ്ത രീതികള്, അതിന്റെ കുറച്ച് രേഖകള്, പിന്നെ നമുക്ക് അതൊക്കെ വെച്ച് സംസാരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് വരേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാനത് അതൊന്നുമില്ല. പലർക്കും എനിക്കുണ്ടായ കാര്യങ്ങളായിരിക്കില്ലല്ലോ മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ഞാനൊന്നും സംസാരിക്കുന്നില്ല. എനിക്ക് അതിനെ കുറിച്ചൊന്നും സംസാരിക്കുകയും വേണ്ട. അപ്പൊ സംസാരിക്കും വേണ്ട, നല്ല സംസാരിക്കണം. പിന്നീട് അതിന് ഞാൻ കുറച്ചുകൂടി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുന്നത് തന്നെ, അതിനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ എനിക്ക് തീരെ ടെൻഷൻ കയറിയിട്ടാണ്. അപ്പൊ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ടെൻഷനാണ്. കുഴപ്പമൊന്നുമില്ല, നോർമലാണ് എന്നൊക്കെ വിചാരിച്ചാലും സാധാരണ എല്ലാവർക്കും ഉണ്ടാവും. 1 month ഒക്കെ കഴിഞ്ഞിട്ട് ബ്ലീഡിങ് വരുമ്പോൾ, പീരീഡ്സ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഹെവി ആയിരിക്കും ബ്ലീഡിങ് ഒക്കെ. അപ്പൊ എനിക്കാണെങ്കിൽ ബ്ലഡ് കൗണ്ട് ഭയങ്കരമായിട്ട് വീക്കായി. അതിനുശേഷം ബ്ലഡ് കൗണ്ട് ഒക്കെ കുറവാണ് വരിക. എനിക്ക് എപ്പോഴും ബ്ലഡ് കൗണ്ട് ഒക്കെ കുറവാണ് വരിക എല്ലാം. അപ്പൊ എല്ലാത്തിനും ഒരു ഇതുണ്ടല്ലോ, നമുക്കൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം വേറെ വരുമല്ലോ. നമുക്ക് ഒരു സാധനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മുൻപ് ഒരു സ്റ്റാർട്ടിങ് ആദ്യമേ ഉള്ള ഒരു സാധനം നമുക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോവാണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് പാചകങ്ങൾ ചെയ്യാനുള്ള ഒരു മൂടൊന്നുമില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കും എന്നല്ലാതെ. അപ്പൊ അത് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കണമല്ലോ. അപ്പൊ എന്തെങ്കിലോട് പറയണമല്ലോ, നിങ്ങളോട് സംസാരിക്കണമല്ലോ എന്നെ കുറിച്ച്. അപ്പൊ ഇന്ന് ഇതൊക്കെയാണ് എൻ്റെ സിറ്റുവേഷൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാനല്ല, എനിക്ക് നിങ്ങളോട് കുറച്ചു നേരം സംസാരിച്ച് എനിക്ക് അത്രയും റിലീഫാവും. ഞാൻ മൈൻഡിൽ നിന്ന് കുറച്ച് റിലീഫാകും. അപ്പം കാരണം രാവിലെ തന്നെ വന്നിരുന്ന് നിങ്ങളോട് മുഖമൊക്കെ കേൾക്കുക, അതിനുശേഷം വന്നിരുന്ന് സംസാരിക്കുകയാണ്. എനിക്കിത് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. അതായത് ശാന്തവും സമാധാനവും തരുന്നവരോട് സംസാരിച്ചിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മളെ അംഗീകരിക്കുന്നവരെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം അല്ലാതെ എനിക്ക് എല്ലാവരോടും സംസാരിക്കുക, പെട്ടെന്ന് എനിക്ക് എല്ലാവരുമായിട്ട് അടുക്കുന്ന ഒരാളല്ല ഞാൻ. പെട്ടെന്ന് അടുത്ത് പെരുമാറുന്ന ഒരാളൊന്നുമല്ല. കാരണം എനിക്ക് നമ്മളെ ആരാണെന്ന് അറിഞ്ഞിട്ട്, അതായത് എപ്പോഴും പറയും എന്നാ നീ, നമുക്ക് പറയുന്നത് എന്നാ ഞങ്ങൾ ആരാന്ന് അറിഞ്ഞിട്ട് അങ്ങനെ പറയുന്നവരായിട്ട് എനിക്ക് പറ്റില്ല. എനിക്ക് എൻ്റെ ചുറ്റുവട്ടത്തുള്ള ഞാനുമായിട്ട് ചേർന്നിരിക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് എന്നെ കംഫർട്ട് ആക്കുന്ന ആൾക്കാരായിട്ട് മുന്നോട്ട് പോകാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. അപ്പം എന്നെ കംഫർട്ട് ആക്കി മുന്നോട്ട് കൊണ്ടുപോയാലാണ് എനിക്ക് അവിടെ മാത്രമേ ഞാൻ നിൽക്കുള്ളൂ ആ സിറ്റുവേഷനിൽ. അല്ലാതെ ഞാൻ അവരെ എല്ലാം ഞാൻ ബ്ലോക്ക് ആക്കി കളയും. നമ്മളെ ലൈഫിൽ നിന്ന് തന്നെ നമ്മൾ അവരങ്ങ് ബ്ലോക്ക് ആയി പോകും. അങ്ങനത്തെ ഒരു ആളാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് ഞാൻ ആദ്യമായിട്ടാണ്
ഈ ഇങ്ങനെയെങ്കിലും വന്നിരുന്ന് ആരോടെങ്കിലും സംസാരിക്കുന്നത്. എൻ്റെ കസിൻസിന്റെ അടുത്തായാലും ഞാൻ പറഞ്ഞിട്ടില്ലേ, അവരുടെ അടുത്താണ് ഞാൻ ഒന്ന് സംസാരിക്കുക. പിന്നെ എൻ്റെ പേരൻസ്, എൻ്റെ അപ്പൊ പേരൻസിന്റെ അടുത്ത് പോലും ഞാൻ ഇത്രയും ഇതായിട്ട് സംസാരിക്കില്ല. എന്ന് വെച്ചാൽ അമ്മയുടെ അടുത്തൊക്കെ ഏജ്ഡായി, അവരുടെ അടുത്തൊന്നും നമുക്ക് അധികം സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് ഭാവിയിൽ നമുക്ക് വരും അല്ലെ. കുറച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴേ ചില കാര്യങ്ങൾ അവര് ആരുടെ അടുത്തു നിന്നും എല്ലാം നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് മാത്രം ഷെയർ ചെയ്യുന്ന കാലഘട്ടങ്ങൾ നമ്മളിൽ നിന്ന് കുറച്ചൊക്കെ മാറിപ്പോവും. കാരണം അവർക്കെല്ലാം ക്യാച്ച് ചെയ്യുമ്പോൾ ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ വേദനിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് സങ്കടപ്പെടുന്നു, നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് സ്ട്രെസ് ഫീൽ ചെയ്യുമല്ലോ. അപ്പൊ അതുകൊണ്ട് അവരെ ഹാപ്പി ആയിട്ട് ഇരുത്താൻ വേണ്ടി നമ്മള് ഫ്രണ്ട്സിന്റെ അടുക്കലേക്ക് മാറും. ഹസ്ബൻഡ്, ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഏട്ടൻ പ്രസാദ് ഏട്ടനാണ് എൻ്റെ എല്ലാം ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ കസിൻസ്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, എനിക്ക് ഇപ്പൊ എന്താ പറയാ, ആകെ ഒരു 5 പേര് പോലും ഇല്ല അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലാണ് എനിക്കുള്ളത്. എന്നുവെച്ചാൽ കംഫർട്ട് ബാക്കി എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആണ്, സംസാരിക്കും. പക്ഷെ എല്ലാം ഷെയർ ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് വളരെ കുറച്ച് പേരുടെ അടുത്ത് മാത്രമാണ്. അപ്പൊ അങ്ങനെ എനിക്കൊരു കുറച്ചു പേര് എനിക്ക് ആ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ. എനിക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ടാണ്, എന്താ പറയുക, ഹെവി ബ്ലീഡിങ് ആയിട്ട് ഞാൻ കുറച്ച് സുഖമില്ലാതെ ഇരിക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ എനിക്കിന്ന് പറയാനായിട്ട്. അപ്പോൾ അചിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ ബൈ. ഇനി നാളെ എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ നോക്കിയിട്ട് നമുക്ക് വീഡിയോസ് ഇടാം കേട്ടോ. ശരി, ടാറ്റ ബൈ.